പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കന്യകാമറിയമേ, ഭൂമിയിലെ സകല സ്ത്രീകളിലും വെച്ച് അത്യുന്നതമായ ദൈവമായ കർത്താവാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. എന്തെന്നാൽ മനുഷ്യരുടെ അധരങ്ങളിൽ നിന്ന് അങ്ങേ സ്തുതി ലോപിക്കാതിരിക്കത്തക്ക വിധം നിന്റെ നാമം അവിടുന്ന് മഹത്വപ്പെടുത്തി. പ്രിയ സഹോദരരെ, ഇന്ന് തിരുശുഭമാതാവ് മറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ നാമത്തെ ഓർമ്മിക്കുകയാണ്. മേരി എന്ന് പറയുന്ന പദത്തിന് ഒരുപാട് അർത്ഥങ്ങൾ നൽകപ്പെടുകയാണ്. ഒരു ലുത്തീനിയ തന്നെ, ലിറ്റ്നി ഓഫ് പ്രൈസസ്, മറിയത്തിൻ്റെ നാമത്തെക്കുറിച്ച് നമ്മൾ ലുത്തീനിയ ചൊല്ലുമ്പോൾ അതൊക്കെ അമ്മയുടെ നാമമായിട്ട് നമ്മൾ മനസ്സിലാക്കാം. മേരി എന്ന പദത്തിൻ്റെ മൂലാർത്ഥം കയ്പ് എന്ന്, മെർ എന്ന് പറയുന്ന മീറ എന്ന് വരുന്നത് നമുക്കറിയാം. അതിൻ്റെ ഒരു ശക്തമായ ഒരു രുചി, അതാണ് അതിൻ്റെ ആ പദത്തിൻ്റെ അർത്ഥമെന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ വളരെ ശക്തയായ, ധീരയായ ഒരു സ്ട്രോങ് വുമൻ എന്നാണ് ആ പദത്തിൻ്റെ മൂലാർത്ഥം. എല്ലാ തരത്തിലും അമ്മ അങ്ങനെയാണ് നമുക്കറിയാം. ഒരു പുത്രനെ, ദൈവത്തിൻ്റെ സ്വന്തമായ പുത്രനെ ആ പാകത്തിന് വളർത്തിയെടുത്ത ഒരമ്മയുടെ ഓർമ്മയാണ് നമ്മൾ ആചരിക്കുന്നത്. ലോകത്തിന് രക്ഷ നൽകാൻ പാകത്തിൽ മക്കളെ വളർത്തിയെടുക്കുന്ന അമ്മമാരും അപ്പന്മാരുമായി പരിവർത്തിക്കപ്പെടുവാൻ നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. ഈ ദിവ്യാഗ്രഹമായി സമർപ്പിക്കാൻ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തലിക്കാം. സർവശക്തനായ സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വീക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാതാപിതാക്കളോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മഹത്വമേറിയ നാമം ആഘോഷിക്കുന്ന എല്ലാവർക്കും അങ്ങേ കാരുണ്യത്തിൻ്റെ സഹായം ഈ കന്യക നേടിക്കെടുക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിഗ്രഹാരാധനയിൽ നിന്ന് ഓടിയകലുവിൻ. വിവേകമതികളെന്ന പോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ വിധിക്കുവിൻ. നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ഭാഗഭാഗത്വമല്ലേ? നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള ഭാഗഭാഗത്വമല്ലേ? അപ്പം ഒന്നേയുള്ളൂ. അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്. എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗഭാക്കുകളാണ്. ജനനം കൊണ്ട് മാത്രം ഇസ്രായേൽക്കാരായവരെ നോക്കുവിൻ. ബലിവസ്തുക്കൾ ഭക്ഷിക്കുന്നവർക്കല്ലേ ബലിപീഠത്തിലെ ഭാഗഭാഗത്വം? വിഗ്രഹത്തിന് സമർപ്പിച്ച ആഹാരപദാർത്ഥമോ വിഗ്രഹം തന്നെയോ എന്തെങ്കിലും ആണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. വിജാതിയർ ബലിയർപ്പിക്കുന്നത് പിശാചിനാണ്, ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പിശാചുക്കളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരേ സമയം കർത്താവിൻ്റെ പാനപാത്രവും പിശാചുക്കളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കർത്താവിൻ്റെ മേശയിലും പിശാചുക്കളുടെ മേശയിലും ഭാഗഭാക്കുകളാകാനും സാധിക്കുകയില്ല. കർത്താവിൽ നാം അസൂയ നടത്തുന്നു. നാം അവിടത്തേക്കാൾ ശക്തരാണ്. കർത്താവിൻ്റെ വചനം.
ഞാൻ കർത്താവിന് കൃതജ്ഞതാബലി അർപ്പിക്കും. ഞാൻ കർത്താവിന് കൃതജ്ഞതാബലി അർപ്പിക്കും. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ കർത്താവിന് കൃതജ്ഞതാബലി അർപ്പിക്കും. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാബലി അർപ്പിക്കും. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിൻ്റെ മുൻപിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. ഞാൻ കർത്താവിന് കൃതജ്ഞതാബലി അർപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളിച്ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമർപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. കർത്താവിനോടുകൂടെ വിശുദ്ധ ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശനാണെന്ന് ഞാൻ വ്യക്തമാക്കാം. ആഴത്തിൽ കുഴി കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യന് സദൃശനാണ് അവൻ. വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു. എന്നാൽ ആ വീടിനെ ഇളക്കാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ അത് ബലിഷ്ഠമായി പണിയപ്പെട്ടിരുന്നു. വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ വീട് പണിതവന് തുല്യൻ. ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു, ഉടനെ അത് നിലം പതിച്ചു. ആ വീടിൻ്റെ തകർച്ച വലുതായിരുന്നു. കഥാവിന്റെ സുവിശേഷം. സഹോദരന്മാരും മനോഹരമായ ചിന്തകളാണ് ഈശോയിൽ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. കഥാവ് പറയണം, നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ആരാണെന്ന്, നമ്മുടെ ഉള്ളിൽ എന്തിരിക്കുന്നുവെന്നും അറിയാൻ സാധിക്കുന്നു. അത് നമ്മുടെ ഫലമാണ്. ഈശോ പറയാണ്, ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. അപ്പോൾ ഉള്ളിൽ നിന്ന് എന്തു വരുന്നു എന്നുള്ളത് നമ്മുടെ സംസാരത്തിൽ വെളിവാക്കപ്പെടും. നമ്മൾ എന്ത് പറയുന്നു, ദൈവത്തിൻ്റെ തികവിൽ നിന്നാണ് അത്തരം സംസാരിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ ആത്മഫലങ്ങൾ കൊണ്ട് നിറഞ്ഞാൽ അത്തരം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റും. നമുക്ക് വേദന എടുക്കുമ്പോൾ ചിരിക്കാൻ പറ്റും. അതുപോലെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേദനയും തോന്നുകയില്ല. അപ്പോൾ കർത്താവ് പറയുന്നത്, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം. എന്തിനാൽ നിറഞ്ഞിരിക്കുന്നുവെന്ന് അറിയണമെങ്കിൽ ഫലത്തിലേക്ക് നോക്കിയാൽ മതി. ഫലത്തെക്കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ മനോഹരമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു. ജഡത്തിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞ് കുറേ കാര്യം പറയുന്നു. കോപം, അസൂയ, വിദ്വേഷം, മാത്സര്യം, കലഹം, വിഷയാസക്തി, ദ്രവ്യാഗ്രഹം ഇത്യാദി ഇതുപോലുള്ളതുമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, ക്ഷമ, സമാധാനം, നന്മ, ദയ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, കാരുണ്യം, ഔദാര്യം, വിശുദ്ധി എന്നിവയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, എന്താണ് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ കണ്ടെത്തുന്നത്? എന്ത് ഫലമാണ് നമ്മൾ ചുറ്റുവട്ടങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് ഈ ബലിയിൽ നമുക്ക് ധ്യാനിക്കാം. ആത്മഫലങ്ങളാൽ നിറയപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയാഭിലാഷങ്ങളെല്ലാം ഈ ആത്മാവിൽ ചേർത്തിരിക്കാം. കർത്താവേ, അങ്ങയുടെ ജനം ഈ ലോക ജീവിതത്തിൽ നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയരാണെന്ന് അങ്ങേക്കറിവുള്ളതാണല്ലോ. അങ്ങേ മക്കളുടെ പ്രാർത്ഥനയിൽ സാധിച്ച് ഞങ്ങൾ വിശ്വാസത്തോടെ യാചിച്ചത് കൃപാപൂർവ്വം സാധിച്ചു തരണമേ. ഞങ്ങൾ
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥം ഞങ്ങളുടെ കാണിക്കകൾ അങ്ങേക്ക് സമർപ്പിക്കുകയും ഈ കന്യകയുടെ നാമം വണങ്ങുന്ന ഞങ്ങളെ അങ്ങേ മഹിമയ്ക്ക് സ്വീകാര്യരാക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവരും. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പിതാവേ, അങ്ങിലാണല്ലോ ഞങ്ങൾ ജീവിക്കുന്നതും ചരിക്കുന്നതുമായിരിക്കുന്നു. അനുദിനം അങ്ങ് ഞങ്ങളെ വാത്സല്യപൂർവ്വം കാത്തു പരിപാലിക്കണം. നിത്യസൗഭാഗ്യം ഞങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള പ്രത്യാശ ഞങ്ങൾക്ക് ധൈര്യമല്ലോ. ക്രിസ്തുനാഥനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പരിശുദ്ധാത്മാവിൻ്റെ പ്രഥമ ഫലം സ്വീകരിച്ച ഞങ്ങൾക്ക് സ്വർഗീയ പെസഹ നിത്യം കൊണ്ടാടുവാനുള്ള ഭാഗ്യം ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോടൊത്ത് മഹാപ്രതാപവാനായ അങ്ങയുടെ സ്തുതിഗീതികൾ ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗ്ഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകും. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണത്തിലൂടെ ഈ കാണിക്കകൾ പവിത്രമാകും. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകും. അപ്രകാരം അത്താഴം കഴിഞ്ഞ പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും.
ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനും വൈദിക ഗണത്തോടുമുള്ള സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോട്ടുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ട് പറയണമേ. നമ്മുടെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നത്. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ.
ഭൗമികമായി സ്വീകരിക്കാനാവാതെ ഈ ദിവ്യാഗത്തിൽ പങ്കുകൊള്ളുന്ന മുഴുവൻ പേരിലേക്ക് ഇപ്പോൾ തന്നെ ആത്മീയമായി അവന് നൽകണമേ. സകല ജനതകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എന്നാൽ ദൈവം തൻ്റെ എളിയ ദാസിയെ കടാക്ഷിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവമാതാവായ മറിയത്തിൻ്റെ മാധ്യസ്ഥത്താൽ അങ്ങേ അനുഗ്രഹത്തിൻ്റെ കൃപ ഞങ്ങൾ പ്രാപിക്കട്ടെ. അങ്ങനെ അവളുടെ ആദരിക്കപ്പെടേണ്ട നാമം ആഘോഷിക്കുന്ന ഞങ്ങൾ അവളുടെ സഹായം എല്ലാ ആവശ്യങ്ങളിലും അനുഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിനെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു.